നമസ്കാരം. ഭക്തരായിട്ടുള്ള ചില മനുഷ്യരുടെ ശ്രദ്ധയ്ക്കാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ ഒരു കൊടിയ അഴിമതിയുടെ വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. 55 കോടി രൂപയുടെ ഭക്തി തട്ടിപ്പ്. ശ്രദ്ധിക്കുക, ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രത്യേകതരം ഒരു കാറ്റഗറി ആണല്ലോ. പണമുള്ള ഭക്തൻ, പണമില്ലാത്ത ഭക്തൻ, അങ്ങനെ പണമുള്ളവന് സ്പെഷ്യൽ അല്ലെങ്കിൽ ശീഘ്ര ദർശനം വരെ കൊടുക്കുന്ന ആന്ധ്രാപ്രദേശിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ സന്ദർശനം നടത്തുന്ന ക്ഷേത്രം തിരുപ്പതി വെങ്കടാചല ക്ഷേത്രം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ വലിയ സംഭാവന കൊടുക്കുന്നവർ അല്ലെങ്കിൽ VVIP കളായിട്ടൊക്കെ ചെല്ലുന്നവർക്ക് ഒരു പ്രത്യേകതരം ഷോൾ കൊടുക്കും. ആ ഷോളിന്റെ പേരിലാണ് 2015 മുതൽ 2025 വരെ തുടർച്ചയായിട്ട് 10 വർഷം കൊടിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്താണ് തട്ടിപ്പെന്നല്ലേ? ഈ ഷോള് 355 രൂപ വില. ആലോചിക്കുക, 355 രൂപ വിലയുള്ള ഷോള് വലിയ സംഭാവനകൾ കൊടുക്കുന്നവർ, VVIP കളായിട്ട് വരുന്നവർ, അവരെ സംബന്ധിക്കുന്നിടത്തോളം അയ്യോ, തിരുപ്പതിയിലെ ഒരു ഷോളൊക്കെ അണിയാൻ കിട്ടിയ എന്തൊരു ഭാഗ്യമാണ്. അതിനെ 1200 രൂപ വെച്ചാണ് വിറ്റുകൊണ്ടിരുന്നത്. 350 രൂപയുടെ ഷോളിന് 1200 രൂപ. ഒരു ഷോളിന്റെ പുറത്ത് എത്ര രൂപ ലാഭം എന്ന് ആലോചിച്ച് നോക്കിയേ. ഏകദേശം 700-800 രൂപ വെച്ചിട്ട് 10 വർഷം കേരളത്തിൽ ഭക്തിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയാൽ ഈ തട്ടിപ്പ് നടത്തിയവന്മാർക്ക് എന്തെങ്കിലും ഇതിനകത്ത് സംഭവിക്കണ്ടേ? ഒരു ചുക്ക് സംഭവിച്ചില്ല. ഒടുവിൽ ആ ഒരു ഷോളിനെ സംബന്ധിച്ചൊരു സംശയമുണ്ടായി, പരിശോധനയുണ്ടായി, പുറത്തേക്ക് അതിൻ്റെ യഥാർത്ഥ വിവരം വിട്ടപ്പോഴാണ് സിൽക്കും ചുക്കും ഒന്നുമല്ല, വെറും ഒരു ഷോള്. ആ ഷോള് വാങ്ങി 355 രൂപ ഉണ്ടായിരുന്നു എന്ന് പോലും ദൈവത്തിനറിയാം. എന്തായാലും ഇത്രയും വലിയ തട്ടിപ്പ് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുക ആന്ധ്രാപ്രദേശിലെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദൈനംദിന 60,000 മുതൽ 1,00,000 പേർ വരെ സന്ദർശനം നടത്തുന്ന അല്ലെങ്കിൽ ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രം. അത് ഏതെങ്കിലും ആഘോഷ ദിവസത്തിലാണെങ്കിൽ 6 ലക്ഷം വരെ പോകാമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു ആന്ധ്രാപ്രദേശിലെ ക്ഷേത്രത്തിൽ CPM ഒന്നും അല്ലല്ലോ, ഭക്തി കച്ചവടക്കാർ അവിടെയും കയറി കൊള്ളയടിച്ചിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഭക്തി മൂത്തോ നിങ്ങളുടെ ആടാപടലം അടിച്ചുകൊണ്ട് പോകുന്നവന്മാരാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കകത്തുള്ളത് എന്നതിൻ്റെ തെളിവാണ് തിരുപ്പതിയിൽ നിന്ന് കൂടി പുറത്തു വരുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. കാര്യം ഇവിടെ പോറ്റി സ്വർണം കട്ടതിൽ ദേവസ്വം ബോർഡിലും അല്ലെങ്കിൽ മന്ത്രിമാർക്കൊക്കെ ബന്ധമുണ്ടെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ എന്താണ് മിണ്ടാത്തതെന്ന് പറഞ്ഞാൽ അവിടെ BJP ബന്ധമുള്ള സർക്കാരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് പറയാൻ പറ്റൂല, അവിടുത്തെ മന്ത്രി എടുക്കൂല, ഇവിടെ എടുക്കത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതുവരെ ശബരിമല എന്താണെന്ന് അവിടെ പോയി കാണാത്ത ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എന്നാൽ ഈ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു ഭക്ത കുചേലനാണ്. അങ്ങനെയുള്ള വ്യക്തി ഭരിക്കുന്നിടത്ത് നടന്ന ഈ കൊടും ക്ഷേത്ര തട്ടിപ്പ്, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ ദർശനം നിങ്ങൾക്കറിയാം, പൈസ ഉള്ളവന് പ്രത്യേക പ്രിവിലേജ്, പ്രത്യേക ദർശനം ഒരുക്കി കൊടുക്കുന്ന, ദൈവത്തിന്റെ മുന്നിൽ പണമുള്ളവൻ പണമില്ലാത്തവൻ, അങ്ങനെ 2 കാറ്റഗറി തന്നെയാണ്. ഈ നാട്ടിൽ എങ്ങനെയാണോ മനുഷ്യൻ ജീവിക്കുന്നത് അതേപോലെ തന്നെയാണ് ആ ക്ഷേത്രത്തിനകത്ത് ദർശനവും അനുവദിക്കുന്നത്. അത്രമാത്രം കൊടിയ കൊള്ള നടന്ന ഒരു വിവരം പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അത് ചർച്ചയാക്കുന്നില്ല. കാര്യം തിരുപ്പതിയിലെ തട്ടിപ്പ് വന്നാൽ ശബരിമലയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കഥ തകർന്നു പോയാലോ? ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസവുമായിട്ട് നടക്കുന്നവന്മാർ തന്നെയാണ്. അവന്മാർക്ക് ചുളുവിന് പണം ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയാണ് ഭക്തി. ഈ ആൾക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഭക്തി അങ്ങ് തലയ്ക്ക് പിടിച്ചാൽ അവിടെ കൊണ്ടുവന്ന് പണം കളയുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും വേദനിക്കില്ല. ഒരു ആശുപത്രി കിടക്കുന്ന രോഗിക്ക് 100 രൂപ കൊടുത്ത് അയ്യോ 100 രൂപ കൊടുത്തു, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നിടത്ത് ഒരു 10 രൂപ അധികമായാൽ അതിന് കരയും. പക്ഷേ ഈ ഭക്തി കച്ചവടത്തിന് പോയാൽ എത്ര ആയിരം രൂപ പറ്റിച്ചെടുത്താലും അത് നമുക്ക് വേദനിക്കില്ല. ദൈവത്തിന് കൊടുത്തു എന്ന് ആലോചിച്ച് അങ്ങ് സംതൃപ്തിപ്പെടുകയാണ്. പക്ഷെ ദൈവത്തിന് പൈസയുടെ ആവശ്യമില്ല. പൈസ അവിടെ ഇതുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കാണ് ആവശ്യം. അവരെ സംബന്ധിക്കുന്നിടത്തോളം വരുന്ന വ്യക്തികൾ VIP ആണ്, തുട്ടിറക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ എങ്ങനെയൊക്കെ അവരെ പൊളക്കാം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി തിരുപ്പതിയിലെ ഈ ഒരു തട്ടിപ്പ് 10 വർഷം കൊണ്ട് 55 കോടി രൂപ എത്രമാത്രം ഈ ഭക്തി കച്ചവടവുമായി നടന്നിട്ടുള്ളവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയേ. 10 പൈസയുടെ പണിയെടുക്കാതെയാണ് ഈ കോടിക്കണക്കിന് രൂപ ഇവരുടെയൊക്കെ കുടുംബത്തിൽ ചെന്നത്. ശബരിമലയിലും തന്ത്രിയും തന്ത്രിയുടെ പരിവാരങ്ങളും ചേർന്ന് അടിച്ചുകൊണ്ടുപോയ സാധനം ഇപ്പോൾ രാഷ്ട്രീയമാക്കി വെച്ചിരിക്കുകയാണ്. കട്ടോണ്ട് പോയവന്മാരെ വെള്ളപൂശി നിർത്തിയിരിക്കുകയാണ്.
അവിടെ ആരായിരിക്കും ഏറ്റവും കൂടുതൽ കച്ചവടത്തിന് താല്പര്യമുള്ളവർ? ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാണല്ലോ. അല്ലാതെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ ഭക്തരല്ല, ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കാൻ നടക്കുന്നവരെന്ന് പറയുന്നവർ. ഇപ്പോൾ ഇവരാണ് സ്വർണ്ണം എടുത്തു എന്ന് പറയുന്ന ആ ഉളുപ്പില്ലായ്മ എന്താണെന്ന് നിങ്ങൾക്ക് തിരുപ്പതിയിലെ ഈ സംഭവം ശബരിമലയിലെ സ്വർണം തട്ടിപ്പുമായി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും. എവിടെയൊക്കെ അമ്പലങ്ങളുണ്ടോ അമ്പലങ്ങൾ ചുറ്റിപ്പറ്റി ഭക്തന്മാരുടെ വേഷത്തിൽ നടക്കുന്നവന്മാരെല്ലാം കള്ളന്മാരാണ്, കട്ടോണ്ട് പോകാൻ സാധ്യതയുള്ളവരാണ്. അവരെ സംബന്ധിക്കുന്നിടത്തോളം അവിടെ വരുന്ന വ്യക്തികളുടെ ഭക്തിയല്ല, ആ ഭക്തി ഉള്ളിൽ കുത്തി നിറച്ചുകൊണ്ട് അവരുടെ പോക്കറ്റ് കൊള്ളയടിക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തിരുപ്പതി പോലൊരു ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ഈ ഞെട്ടിക്കുന്ന കൊള്ള എന്ന് പറയേണ്ടി വരികയാണ്. 10 വർഷമായി 350 രൂപ വിലയുള്ള ഷോളുകൾ 1300 രൂപ വെച്ച് ദൈനംദിനം ആയിരക്കണക്കിന് ഈ ഷോൾ വിറ്റ് കോടികൾ ഉണ്ടാക്കിയവരെ ഇതുവരെ ദൈവം ശിക്ഷിച്ചില്ല. ഒടുവിൽ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഞെട്ടുന്നില്ലേ? സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ പോകുന്നത് അത് ഏതെങ്കിലും വ്യക്തി ചെയ്ത തെറ്റായിരിക്കുമെന്നാണ്. അല്ല, ഭക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 90% പേർക്കും നിങ്ങളുടെ പോക്കറ്റിലേക്കായിരിക്കും നോട്ടം. നിങ്ങൾ എന്ത് കൊടുക്കുന്നു, നിങ്ങളെ കൊണ്ട് എന്ത് അവർക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്നതായിരിക്കും ചിന്ത. ഇത് ഭക്തിയുടെ മറവിൽ നടക്കുന്ന കച്ചവടം, കൊള്ളക്കാരുടെ ഒരു പ്രധാന കലാപരിപാടിയാണെന്ന് ഇനിയെങ്കിലും ഈ നാട്ടിലെ ഭക്തരായിട്ടുള്ളവർ ഒന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ തിരുപ്പതി കൊള്ള കാണിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളൂ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭക്തി കച്ചവടക്കാർ ചെയ്ത പ്രവർത്തനവും ഇതുപോലെ ഒരു ദിവസം പുറത്തേക്ക് വരും. അന്ന് തന്ത്രിയും പരിവാരങ്ങളും അവർക്ക് കുടപിടിച്ച് ഇന്ന് നിൽക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ തൊലി ഉരിയുന്ന അവസ്ഥയുണ്ടാകുമെന്ന് പറയേണ്ടി വരികയാണ്.